തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കരമന സുധീർ എന്തായാലും പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗൃഹസമ്പർക്ക പരിപാടികളടക്കം ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാഹന പ്രചരണ ജാഥ അടക്കം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തന്നെ തുടങ്ങുകയും ചെയ്തതാണ്. എന്തായാലും ഇന്നിപ്പോൾ വീടുകൾ കയറിയുള്ള പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. കനത്ത ചൂടിലൂടെയാണ് തിരുവനന്തപുരം നഗരം കടന്നു പോകുന്നത്. ആ സമയത്താണ് ഇപ്പോൾ വീട് കയറിയുള്ള ഗൃഹസമ്പർക്ക പരിപാടികളിലേക്കൊക്കെ കടന്നു പോകുന്നത്. സുധീരേട്ടാ, പ്രചാരണം എങ്ങനെയാണ് പോകുന്നത്? പ്രചാരണം വളരെ നല്ല രീതിയിൽ പോകുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ കരമനയ്ക്ക് അടുത്തുള്ളൊരു പ്രദേശത്താണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആണ് ഞാൻ വോട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നത്. ഇതാണ്ടില്ലേ? സംശയം ഒന്നും വേണ്ട, ഒരു സംശയം വേണ്ട. ഈ തിരുവനന്തപുരംകാരോട് എന്താ പറയാനുള്ളത് സുധീരേട്ടനെ പറ്റി ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം വന്ന സമയത്ത്? നമ്മൾ നല്ല ബന്ധമാണ്. പിന്നെ അവിടെ രാഷ്ട്രീയം നോക്കുന്നില്ല, നമ്മൾ പുള്ളിയുടെ കൂടെ നമ്മൾ കട്ടാക്കി നിൽക്കും, അത്രേ ഉള്ളൂ. ഈ പൊതുവായിട്ട് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ അംഗീകാരം എങ്ങനെയാണ്? ഇപ്പോൾ വീടുകളിലൊക്കെ കയറുമ്പോൾ നമുക്കറിയാലോ ഏത് തരത്തിലാണ്. അല്ല, ഞാനൊരു ഇടത് സ്വാതന്ത്ര്യനായിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും നല്ല ഒരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു, ഇന്ന് 2-3 പോയപ്പോഴൊക്കെ വീട്ടിലെല്ലാം കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നു നമുക്ക്. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ റോഡ് ഷോ നടന്നത് പോലും, ദാറ്റ് ഈസ് ആരംഭിച്ചത് പോലും ഇറ്റ് വാസ് ഓൺലി ബൈ 5:30. ഇന്നിപ്പോൾ അതായില്ല, 24 മണിക്കൂറായില്ല. 24 മണിക്കൂറാകുന്നതിന് മുമ്പേ തന്നെ എവിടെയൊക്കെ എനിക്ക് എത്താൻ പറ്റി, ഒരുപാട് പേരെടുത്ത് എത്താൻ പറ്റി. അവർക്കുണ്ടാകുന്ന സന്തോഷം, അവരിൽ നിന്ന് കിട്ടുന്ന ആവേശം, അതാണ് എനിക്ക് കൂടുതൽ ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിൽ നിന്നാണ് വരുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ചൂടൻ രംഗത്ത്, അതായത് കനത്ത ചൂടാണ്, ആ സമയത്ത് ഈ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് പുതിയൊരു ബുദ്ധിമുട്ടേറിയ ഘട്ടം കൂടിയാണ്. അതെ, മീനമാസത്തെ ചൂടാണല്ലോ, അതുപോലെ ഇലക്ഷൻ്റെ ചൂട്. ഇതെന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ മറ്റൊരു മേഖലയിൽ നിന്ന് വന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ ഏതാണ്ട് 1987-88 മുതലുള്ള രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങളുണ്ട്, സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളുണ്ട്, കലാപരമായ പ്രവർത്തനങ്ങളുണ്ട്. കൂടുതലും കലയും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്നു എൻ്റെ കലാലയ ജീവിതത്തിൽ. അപ്പോഴും സംസ്കാരയുടെ പ്രസിഡൻ്റായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ, എൻ്റെ കലാലയത്ത്. അതുപോലെ തന്നെ ഞാൻ കമ്മിറ്റി മെമ്പറായിരുന്നു. ഇടതുപക്ഷവുമായി ചേർന്ന് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അന്ന് മുതൽ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഇതാണ്ട് ഈ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലൊരു മണ്ഡലത്തിൽ, ഏറ്റവും നല്ലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എനിക്കൊരു സീറ്റ്, അതായത് ഒരു മുഴം മുൻപെയാണ് എനിക്ക് തോന്നുന്നു പ്രചരണ പരിപാടികളുള്ളത്. കാരണം എനിക്കൊന്ന് BJP കാൻഡിഡേറ്റും അതേപോലെ തന്നെ മറ്റ് പാർട്ടികളുടെ കാൻഡിഡേറ്റുകളും ഒക്കെ ചെറിയ പോസ്റ്റർ ഒട്ടിച്ച് തുടങ്ങിയിട്ടുള്ളത്. അതേ സമയത്ത് പ്രചരണം ഇവിടെ തുടങ്ങി. അല്ലല്ല, ഞാൻ എല്ലാവരും നേരത്തെ ഇന്നലെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞത് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചു, വളരെ ലേറ്റാണെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നിപ്പോൾ ഒരു മണി മുമ്പേ. ഞാൻ അങ്ങനെ വീടുകളൊന്നും ആരും കയറിയതായിട്ട് അറിവില്ല. അല്ലല്ല, ഞാൻ കയറുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. എനിക്ക് അറിയാത്തതായിട്ട് ഒരു സ്ഥലം ഇവിടെ തിരുവനന്തപുരത്ത് ഇല്ല. എന്നെ അറിയാത്തതായിട്ട് ആരും ഇവിടെ ഇല്ല, എനിക്കറിയാത്തവരായിട്ട് ആരുമില്ല. അവരുടെ മനസ്സറിയാവുന്ന ഒരാളാണ് ഞാൻ. അവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ്. അവരിൽ നിന്നും അകന്നു മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനല്ല, അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സോടെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ചില ഫാമിലീസ് ഒക്കെ ഉണ്ട്. അവിടെ കയറി ചെല്ലുമ്പോൾ വോട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ ഒരിക്കലും എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഒരിക്കലും എൻ്റെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം എത്ര കടുത്ത രാഷ്ട്രീയം ഉള്ളിടത്ത് പോകാനാണ് എനിക്കിഷ്ടം. കാരണം അവരോട് ഞാൻ എന്താണെന്ന് അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ചോ, ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന ഞാൻ, ഇവിടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒന്നും മോശം പറയാറില്ല. അവരും മത്സരിക്കുന്നു, ഞാനും മത്സരിക്കുന്നു. ഇവിടുത്തെ വോട്ടേഴ്സിനോട് ഒരു കാര്യം മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥന. ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ എത്രത്തോളം അവരോടൊപ്പം ഉണ്ടാകുമെന്ന് മനസ്സിലാവും. പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? വളരെ വലിയ വിജയ പ്രതീക്ഷയിലാണ്. അത് ഞാൻ ചുമ്മാതെ തമാശയ്ക്ക് പറയുന്നതല്ല. ലെറ്റ് us wait and see. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഗൃഹസമ്പർക്ക പരിപാടികളുമായിട്ട് ഇന്ന് തൊട്ടുള്ള ദിവസങ്ങൾ തുടരുകയാണ് അല്ലേ? അതെ അതെ, പല പല പ്രോജക്ട്സ് ചെയ്യുന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള പ്രോജക്ട്സ്, ഒരുപാട് തരത്തിലുള്ള മെത്തേഡുകളാണല്ലോ ഇടതുപക്ഷത്തിൻ്റെ. അവരോടൊപ്പം ഞാൻ പ്രവർത്തിച്ചാൽ മതി. എനിക്ക് എൻ്റെ കൂട്ടുകാരെ വിളിക്കാനുള്ള അവസരമുണ്ട്. എൻ്റെ കൂട്ടുകാരാണ് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ കലാലയ ജീവിതം എന്ന് പറയുന്ന അവിടുന്ന് അലുമിനിയാണ് എനിക്ക് ഇലക്ഷനുള്ള പൈസ അടയ്ക്കുന്നത്. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? 87-90 പഠിച്ച എൻ്റെ കൂട്ടുകാർ ഇന്നും കോളേജുമായുള്ള ബന്ധം, അവരാണ് എനിക്ക് ഇലക്ഷന് വേണ്ടിയുള്ള പൈസ പോലും അടയ്ക്കുന്നത്. അലുമിനി, അത് അവരുടെ ഒരു ഏറ്റവും വലിയ സന്തോഷം. ഐ വാല്യൂ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതിൻ്റെയാണ്.
ഏതായാലും സുധീർ കരമന ഇന്ന് മുതൽ തന്നെ ഈ ഗൃഹസമ്പർക്ക പരിപാടികളും അതുപോലെ തന്നെ പ്രചരണ പരിപാടികളുമൊക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടുണ്ടായതിന് മുൻപ് തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിലുള്ളവർക്ക് അറിയാവുന്നതാണ്. എന്തായാലും പ്രചരണ പരിപാടികളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ശുഭപ്രതീക്ഷയിലും വിജയപ്രതീക്ഷയിലും ഒക്കെയാണ് സുധീർ കരമന നിലവിലുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സന്ദീപ് കിഷോറിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.